ഹായ്, വെൽക്കം ടു SIP. അപ്പം നമുക്ക് എന്താണ് പോക്കുവരവ് നോക്കാം. പോക്കുവരവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ പേരിലുള്ള തണ്ടപ്പേരവകാശം രജിസ്ട്രേഷൻ വഴിയോ അതല്ലെങ്കിൽ പിന്തുടർച്ച അവകാശം വഴിയോ ആ തണ്ടപ്പേര് മറ്റൊരാളുടെ പേരിൽ നിന്ന് മാറ്റിയെടുക്കുന്ന രീതിക്കാണ് പോക്കുവരവ് എന്ന് പറയുന്നത്. പോക്കുവരവ് ചെയ്തെങ്കിൽ മാത്രമേ, അതായത് റവന്യൂവിലുള്ള റെക്കോർഡ് പ്രകാരം നിങ്ങളുടെ അവകാശം, അതായത് റവന്യൂ അവകാശം നിങ്ങളുടെ പേരിലേക്ക് മാറ്റണമെങ്കിൽ മസ്റ്റായിട്ടും പോക്കുവരവ് ചെയ്തെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ആധാരം സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇതിൻ്റെ ഒരു സ്കാൻഡ് കോപ്പി പോവുകയും വില്ലേജ് ഓഫീസർ അത് പരിശോധിച്ച് സബ് ഡിവിഷൻ ചെയ്യേണ്ടത് താലൂക്കിലേക്കും സബ് ഡിവിഷൻ ചെയ്യേണ്ടാത്തത് വില്ലേജ് ഓഫീസിലും പുതിയ ഉടമസ്ഥ കക്ഷിയുടെ പേരിലേക്ക് തണ്ടപ്പേർ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ വിസ്തീർണവും എല്ലാ ഡീറ്റെയിലും ഉൾപ്പെടുത്തി പുതിയ തണ്ടപ്പേർ നമ്പർ രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെയാണ് പോക്കുവരവ് പ്രോസസ്സ് നടക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയ വസ്തുവാണെങ്കിലും അത് നിങ്ങൾ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ 1 മാസം നോട്ടീസ് പീരീഡ് ഇട്ട് നിങ്ങളുടെ പേരിൽ പോക്കുവരവ് ചെയ്ത് കിട്ടുന്നതാണ്. പോക്കുവരവ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റവന്യൂവിൽ അവകാശം കിട്ടത്തുള്ളൂ. അപ്പോൾ റവന്യൂവിൽ അവകാശം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ബാങ്കിലോ മറ്റ് ലോണിനോ എന്തെങ്കിലും ഗവൺമെൻറ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റവന്യൂ അവകാശം. സോ മസ്റ്റായിട്ട് നിങ്ങൾ പോക്കുവരവ് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റവന്യൂ സൈറ്റിൽ കയറി നിങ്ങളുടെ ആധാരത്തിൻ്റെ നമ്പരും മറ്റെല്ലാം അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇടയ്ക്ക് തണ്ടപ്പേരെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. സോ അതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഒരു വസ്തുവൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങൾ ഫെമിലിയർ ആവുകയും നിങ്ങൾക്ക് ഇതൊക്കെ വളരെ എന്തോ കേൾക്കാത്ത വലിയ സംഭവമായിട്ടൊന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. സോ ഇതുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്ക് പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. അനീഷ് പ്രസിദ്ധർ. ബൈ.